Hello everyone, welcome back to another episode of MSA Malayalam. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 11 വയസ്സ് മുതൽ 20 വയസ്സ് വരെ പ്രായമായിട്ടുള്ള കുട്ടികൾ അഥവാ മൈനസ് ടീനേജേഴ്സ് ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് എങ്ങനെയാണ് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ പോലുള്ള പേയ്മെൻറ്റ് മെത്തേഡിലേക്ക് ക്യാഷ് ട്രാൻസാക്ഷൻ ചെയ്യുക, അതേപോലെ അവർക്ക് പോക്കറ്റ് മണി ആയിട്ട് ക്യാഷ് ഇങ്ങോട്ട് അയക്കാനും അതേപോലെ അതിൻ്റെ ഒരു എങ്ങനെ അതിന് സാധ്യമാകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. ഞാനൊരു കാര്യം പറയാം, ഈ വീഡിയോ കാണുന്നവർ ഒന്നെങ്കിൽ 11 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള ആരെങ്കിലും ആയിരിക്കണം, അല്ലെങ്കിൽ അതിന് മുകളിലുള്ള പ്രായമായിട്ടുള്ള പേരൻസ് ആയിരിക്കണം. കാരണം മക്കൾക്ക് അക്കൗണ്ട് ഒരു ജസ്റ്റ് ഒരു ഫോൺ പേ ഗൂഗിൾ പേ പോലത്തെ ഒരു സംഭവമാണ് ഇത്. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള ആ ഒരു മെത്തേഡ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ആർക്കും കാണാവുന്നതാണ്. അതേപോലെ തന്നെ ഇതിൽ വേറൊരു കാര്യം എന്ന് പറയുന്നത്, പാരൻസിൻ്റെ സമ്മതമില്ലാതെ നിങ്ങൾക്കിത് ഒരിക്കലും തുടങ്ങാനായിട്ട് സാധിക്കില്ല. കാരണം നിങ്ങൾക്കിതിന് ആയിട്ട് പാൻ കാർഡിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളും അഗ്രി ചെയ്യുന്ന അല്ലെങ്കിൽ അഗ്രീഡായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുമെങ്കിൽ മാത്രം വീഡിയോ തുടർന്ന് കാണുക. Let's get started. സോ ഗൈസ്, ആപ്ലിക്കേഷൻ്റെ പേര് ഫാംപേ എന്നുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇത്. ഇതിനായിട്ട് നമുക്ക് വേറെ ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മളുടെ നമ്മളുടെ ആധാർ അല്ലെങ്കിൽ പാൻ കാർഡ് നമ്മുടെ നമ്പറിനോട് തന്നെ ലിങ്ക് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനാവശ്യമില്ല. എല്ലാം നമ്മളുടെ പേരൻസിൻ്റെ ഒരു അണ്ടറിലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ഒരു പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്, നമ്മളുടെ നമ്പറിൽ നമുക്കൊരു പേയ്മെൻറ്റ് മെത്തേഡ് ഉണ്ടാക്കുക അങ്ങനെയുള്ളൊരിതാണ്. നമ്മളുടെ പേരിലും കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ നമ്മളുടെ പേരൻറ്റിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇത് ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു പെർമിഷൻ എന്നുള്ള രീതിക്ക് മാത്രമാണ് ഇതിൽ നമ്മുടെ പാരൻസിൻ്റെ ഒരു പാൻ കാർഡ് എടുക്കുന്നത്. ഓക്കെ, പിന്നെ ഉള്ളത്, നിങ്ങൾക്കിപ്പോൾ ഒരു 2 സിമ്മുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡ് ഒറ്റ പ്രാവശ്യം മാത്രമേ ഇതിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതായത് എൻ്റെ നമ്പറിൽ ഞാൻ എൻ്റെ ആധാർ കാർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ എൻ്റെ നമ്പറിൽ എനിക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ നിങ്ങൾ സൂക്ഷിച്ച് നിങ്ങൾക്ക് ഏതിൽ വേണം എന്നുള്ളതൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യാം. അതേപോലെ നിങ്ങൾക്കിതിൽ വിർച്വൽ ഡെബിറ്റ് കാർഡ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതേപോലെ അത് നിങ്ങൾക്ക് ഓർഡർ ചെയ്തിട്ട് സാധാരണ PVC കാർഡ് പോലെയുള്ള രൂപത്തിലാക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് പല ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതിൽ വെക്കാം. ഫോട്ടോസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏകദേശം ഐക്കൺസ് ആണെന്ന് തോന്നുന്നു. പല ഐക്കൺസും കാര്യങ്ങളൊക്കെയാണ്. സോ ബാക്കി നമുക്ക് സ്ക്രീനിൻ്റെ വീഡിയോസും വിഷ്വൽസായിട്ട് നമുക്ക് കാണാം. സോ ഗൈസ്, അങ്ങനെ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ഫോണൊന്ന് അൺലോക്ക് ചെയ്യുകയാണ്. അപ്പോൾ അൺലോക്ക് ചെയ്ത് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഫാംപേ എന്നൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യാണ്. അപ്പോൾ സെർച്ച് ചെയ്ത് ഞാനിവിടെ ഇൻസ്റ്റാളിങ്ങിലേക്ക് ഇടാണ് നമ്മളുടെ ഫാംപേ UPI കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മൊത്തമായിട്ട് ഇൻസ്റ്റാൾ ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇതിവിടെ ഏകദേശം 97% ഇവിടെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാളിങ്ങിലാണ് കറൻ്റ്ലി. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. സോ ഗൈസ്, അങ്ങനെ ഇവിടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ക്ലിക്ക് ചെയ്യാണ്. അങ്ങനെ ഞാനിവിടെ ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാം എൻ്റർ ഫാംപേ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എൻ്റർ ഫാംപേ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പർ അടിക്കുക. നിങ്ങളുടെ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ OTP ഇവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഫുൾ നെയിം ഇവിടെ അടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ മുഹമ്മദ് ഷെഫീൻ എന്നാണ് അടിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇവിടെ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാനിവിടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ റെഫറൽ കോഡ്, അപ്പോൾ താഴെ ഞാൻ റെഫറൽ കോഡ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 900 കോയിൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് വെച്ച് പലതുണ്ട്, നിങ്ങൾക്കത് ഇനിയുള്ള ഇതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ലൊക്കേഷൻ ആക്സസ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ജസ്റ്റ് ഒന്ന് ലൊക്കേഷൻ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ഒന്ന് ഓണാക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. നമ്മളുടെ നെറ്റ്വർക്ക് സ്പീഡിനനുസരിച്ച് ഇത് ലോഡായി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ കാണാം ക്രിയേറ്റ് യുവർ കസ്റ്റം UPI ID. അപ്പോൾ ഈ UPI IDയിലേക്ക് പേയ്മെൻറ്റ് വിഡ്രോ പേയ്മെൻറ്റ് സ്വീകരിക്കാനൊക്കെ ഇതായിരിക്കും നമ്മളുടെ UPI ID. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു UPI ID നമുക്കിവിടെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു UPI ID ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്.
അപ്പോൾ ഞാനിവിടെ shefin.shefz.fams@icc അങ്ങനെ എന്തോ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ താഴെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഹിയർ ഈസ് എ ഗിഫ്റ്റ് ഫോർ യു. നിങ്ങൾക്ക് 900 കോയിൻസ് എൻ്റെ റെഫറൽ ഒരു ഇത് കോഡ് ഞാൻ പറഞ്ഞിരുന്നു, അത് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 900 രൂപ കിട്ടും. പ്ലസ് ഇത് നിങ്ങൾക്ക് എക്സ്ട്രാ ബോണസ് ആയിട്ട് നിങ്ങൾക്ക് 30 രൂപ മുതൽ 100 രൂപ വരെയൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ ഭാഗ്യത്തിനനുസരിച്ചിരിക്കും. എനിക്കിപ്പോൾ ഇവിടെ 30 രൂപയാണ് കിട്ടിയിട്ടുള്ളത്. ലെറ്റ്സ് ഗോ ക്ലിക്ക് ചെയ്യാണ് ഞാൻ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കാണാം. അയ്യോ ഇതെന്താണ്? ശുശു പോ. ഓക്കെ, അൺലോക്ക് യുവർ ഫാംപേ UPI എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഗെറ്റ് വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് ക്ലിക്ക് ചെയ്യണം, നമുക്ക് ഫാം കാർഡ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെരിഫൈ യുവർ ആധാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷനാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ആധാർ നമ്പർ കൊടുക്കണം. ആധാർ നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്യേണ്ടി വരും. സോ ഇതെന്താണ് ഫോക്കസ് ആവത്ത്? ഓക്കെ, ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള OTP കാര്യങ്ങളും ഒക്കെ ഞാനിവിടെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഇവിടെ കണക്റ്റ് ആവില്ല, കാരണം ദിസ് ഈസ് മൈ ബി അക്കൗണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് ഇതാ കണ്ടില്ലേ, യു ഹാവ് നോ അതർ നമ്പറിൽ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ അക്കൗണ്ടിൽ ജസ്റ്റ് സൈനപ്പ് ചെയ്യുമ്പോൾ സ്ക്രീൻ റെക്കോർഡ് കാര്യങ്ങൾ എടുത്തിരുന്നു. അപ്പോൾ അതിലുള്ള ഒരു സ്ക്രീൻ റെക്കോർഡാണിത്. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ ആധാർ നമ്പർ അടിക്കുന്നു. അപ്പോൾ ആധാർ നമ്പർ രജിസ്റ്റർ ആയിട്ടുള്ള മൊബൈൽ നമ്പർ ഉണ്ടാവില്ലേ, അപ്പോൾ അതിലേക്കൊരു OTP വരും. ആ OTP അടിച്ചു കൊടുക്കണം. അതിനുശേഷം നിങ്ങൾക്ക് വേറൊരു പേജ് കാണാം. നമ്മളുടെ ഫാദറിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ മദറിൻ്റെ കയ്യിലോ നിങ്ങളുടെ ഫോൺ കൊടുക്കുക. എന്നിട്ട് അവരുടെ നെയിം എന്താണ് ഗവൺമെൻറ് ഇഷ്യൂഡ് കാർഡിലുള്ള നെയിം ഒന്ന് ജസ്റ്റ് രജിസ്റ്റർ ചെയ്യണം. അങ്ങനെയുള്ള അതിൻ്റെ എന്താണ് പാൻ കാർഡ് നമ്പർ, അങ്ങനെ അവരുടെ ഏത് നമ്പറിലാണോ ഉള്ളത് അങ്ങനെയുള്ളത്. സോ എനിക്കിവിടെ 30 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പം 900 സംതിങ് കോയിനോളം എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ 900 കോയിൻസ് വെച്ച് നമുക്ക് ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ റെഡീം ചെയ്യാനായിട്ട് സാധിക്കും. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചില സമയത്ത് നിങ്ങൾക്ക് ഈ മറ്റേ ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള കോഡ് വഴി കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 30 രൂപ എന്നുള്ളത് ജസ്റ്റ് 0 ആയിട്ട് മാറിയേക്കാം. അപ്പോൾ എന്താണ് റഫർ വഴി നിങ്ങൾ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും 30 രൂപ കിട്ടും, ചിലപ്പോൾ 100 രൂപയും കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. സോ ഗൈസ്, ഇതുവഴി നിങ്ങൾക്ക് ഏതൊരു പേയ്മെൻറ്റ് മെത്തേഡിലേക്കും ക്യാഷ് അയക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് ഞാൻ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ ഞാനിവിടെ എൻ്റെ ഫാംപേ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുകയാണ്. ഞാനിവിടെ ഓപ്പൺ ആക്കി എൻ്റെ നെറ്റ്വർക്കിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ലോഡ് എടുക്കാൻ ടൈം എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ പേയ്മെൻറ്റ് നടത്താൻ നോക്കാം. മേലെയുള്ള ഒരു QR കോഡിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇത് കാണാം. അതിൽ UPI IDൻ്റെ ഇത് ഓപ്ഷൻ ഉണ്ട്, താഴെ ഒരു മഞ്ഞ കളറായിട്ട്. മേലെയുള്ളൊരു QR കോഡിൻ്റെ സെക്ഷൻ സെലക്ട് ചെയ്താൽ ഇവിടെ നമുക്ക് നമ്മളെ പേയ്മെൻറ്റ് ഒരു ഓപ്ഷൻ കാണാം. ഇതുവഴി നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്യാഷ് അയച്ച് തരുന്നുണ്ടെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്താൽ മതി. അവിടെ മേലെ ഷെയർ ബട്ടൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് ഏതൊരു പേയ്മെൻറ്റ് മെത്തേഡും നിങ്ങൾക്ക് സ്കാൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഗാലറിയിലുള്ള ഒരു QR കോഡ് ആണെങ്കിൽ പോലും നിങ്ങൾക്കത് സ്കാൻ ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ നിന്ന് മറ്റ് റീചാർജ് കാര്യങ്ങൾ, ഇപ്പോൾ ആമസോണിൽ നിന്ന് സാധനം വാങ്ങുക, അതേപോലെ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഉള്ളത് എന്താണ്, നിങ്ങൾക്ക് ഇതിൻ്റെ PVC ക്രെഡിറ്റ് കാർഡ് ചില സംഭവമൊന്നും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണത്തില്ല. ഇതിപ്പോൾ PVC ആയിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 299 രൂപ വേണം. അതിൻ്റെ കസ്റ്റമൈസേഷനുള്ളതിന് ഏകദേശം 500 രൂപയാണ് വരുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ബ്ലാക്ക് ആയി കാണുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ആ ക്രെഡിറ്റ് കാർഡിൻ്റെ ഇത് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഉള്ള ഒരു സംഭവമാണ്. കാരണം അതിൻ്റെ ഡാറ്റ സെക്യൂരിറ്റി പേടിച്ചിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. ഇതിൽ വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ മണി എന്ന ഭാഗത്തുള്ള റിവാർഡ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ കോഡ് വെച്ച് നിങ്ങൾ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് 900 രൂപ അതേപോലെ 30 രൂപ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഈ 2000 കോയിൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് 2000 രൂപ വരെ കിട്ടാനുള്ള ചാൻസ്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൺ എന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇതേപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷന് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതായിരിക്കും. സോ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീ ഷെഫിൻ സൈനിങ് ഔട്ട്. ബൈ.